ഹലോ നമസ്കാരം എല്ലാവർക്കും പുതുവത്സരാശംസകൾ. നമ്മളിപ്പോൾ 2024 നമ്മൾ ലാസ്റ്റത്തെ ക്ലാസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അതായത് സ്മാർട്ടിൽ IKM ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് ചേഞ്ചസുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. പുതിയ വേർഷൻ വന്നിട്ടുണ്ട് 2025. അപ്പം അതിൽ ഒരു മാറ്റം വന്നിട്ടുള്ളത്, നിങ്ങൾ ഷീറ്റ് എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുമ്പോൾ ഷീറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്ലാൻ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഷീറ്റും അതിൻ്റെ ഒരു സ്പേസ് ഉണ്ടല്ലോ, സ്റ്റാമ്പിങ്ങിൻ്റെ ഒരു സ്പേസും എങ്ങനെയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അപ്പോൾ ഇവർ തന്നെ നമുക്കത് തരികയാണ്. അതായത് ഈ ഷീറ്റിൻ്റെ ഓരോ സൈസുകളും നമുക്ക് തരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കോപ്പി എടുത്തിട്ട് അതിൽ വരച്ചാലും മതി, അല്ലെങ്കിൽ വരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് ഈ ഒരു സാധനം അതിൽ കൊണ്ടുവന്ന് വെച്ചാലും മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവർ ഒരു ഷീറ്റ് തന്നിരിക്കുന്നത് A3 സൈസ് ഷീറ്റാണ്. അപ്പോൾ മാക്സിമം ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. മിനിമം ടെസ്റ്റ് ഹൈറ്റ് ഷുഡ് ബി 0.20 എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുക. അപ്പോൾ അത് ഇവിടെ ഉണ്ടോ, ഷീറ്റ് സൈസ് A3 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മിനിമം ഹൈറ്റാണ്, അവർ ലെറ്ററിൻ്റെ ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സ്പേസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്പേസ് റിസർവ്ഡ് ഫോർ സ്റ്റാമ്പിങ്. ഇത് നിങ്ങൾ ചെയ്യാറുണ്ടോ? അപ്പോൾ ഇത് മാക്സിമം നിങ്ങളിത് ഒരു ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഏകദേശം മെഷർമെൻറ്റ് നമുക്ക് ഇവിടെ എടുത്ത് കാണാവുന്നതാണ്. ഈ ഒരു മെഷർമെൻ്റ് എങ്കിലും അതിൽ വേണം, 7.23 ഉണ്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിപ്പോൾ പുതിയ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സാധനം തന്നെ നമുക്ക് അവിടെ കോപ്പി ചെയ്തിട്ട് നമുക്ക് അതിൽ ഡ്രോയിങ് ചെയ്യാവുന്നതാണ്. അടുത്തത് A2 സൈസ് ഷീറ്റാണ്. അപ്പോൾ അതിൻ്റെ മിനിമം ടെസ്റ്റ് ഹൈറ്റ് ഷുഡ് ബി 0.30. അതായത് ഉണ്ട് ഷീറ്റ് സൈസിൻ്റെ ഇവിടെ അതിൻ്റെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെയും സ്റ്റാമ്പിങ്ങിൻ്റെ ഒരു സ്പേസ് കാണണം, A2 സൈസ്. അപ്പോൾ A1 അടുത്ത ഷീറ്റ് A1 സൈസാണ്. അതിൻ്റെ ഹൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റാമ്പിങ്ങിൻ്റെ ഒരു സൈസും ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നും ചെയ്യാനില്ല, ഈ ഒരു സാധനം നമ്മൾ അവിടെ കോപ്പി ചെയ്യുക. അപ്പോൾ നമ്മൾ ഡ്രോയിങ് എന്ന് പറയുന്നത് 1:100 നമ്മൾ വരയ്ക്കാറ്. അപ്പോൾ വലിയ സൈറ്റും വലിയ ബിൽഡിംഗ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഷീറ്റിൻ്റെ സൈസ് പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം അതൊന്ന് അറേഞ്ച് ചെയ്ത് വരയ്ക്കാം. എന്നിട്ട് ഏതാണോ നിങ്ങൾക്ക് വേണ്ട ഷീറ്റുകൾ ആ ഷീറ്റ് അതിൽ കൊണ്ടുപോയിട്ട് വെച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ സാമ്പിൾ ടെംപ്ലേറ്റ്സ് ഫോർ ഡിഫറെൻറ്റ് ഷീറ്റ് സൈസിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഇത്, സൈസ് ഓഫ് ഈച്ച് ഷീറ്റ് ഷാൽ ബി സ്പെസിഫൈഡ് ആസ് ടെക്സ്റ്റ് ഇൻ ദി ഫോർമാറ്റ് ഷീറ്റ് സൈസ് നോട്ട് കൊടുത്തിട്ടുണ്ട്. സെയിം ലെയർ ആസ് ദാറ്റ് ഓഫ് ദി കറസ്പോണ്ടിങ് ഷീറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ടെൻഷനില്ല. നിങ്ങൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ ആ ഷീറ്റ് അതിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഡ്രോയിങ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.